നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ അതായത് 12/2/2026 വ്യാഴാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വില കൂടി. അതേസമയം സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 110 രൂപയും 1 പവൻ്റെ മുകളിൽ 880 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി വിശദമായി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 210, RSS 5 കിലോ 204 രൂപ 50 പൈസ, ISNR 20 188 രൂപ 50 പൈസ, ലാറ്റക്സ് 60% ERC 139 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 210, RSS 5 കിലോ 204 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 200, RSS 5 കിലോ 196. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 212 രൂപ 52 പൈസ, RSS 5 കിലോ 212 രൂപ 8 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. അതേസമയം സ്വർണ്ണ വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,520, 1 പവൻ 1,16,160. അതുപോലെ 24 ക്യാരറ്റ് 15,840, 1 പവൻ 1,26,720. അതുപോലെ 18 ക്യാരറ്റ് 11,880, 1 പവൻ 95,040. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്ന് ദേശീയ പണിമുടക്ക് CPIഎമ്മിൻ്റെയും CPIയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടി 10 ട്രേഡ് പാർട്ടികൾ നടത്തുന്ന ഒരു ബന്ധാണ് ദേശീയ പണിമുടക്ക്. ഇന്ന് യഥാർത്ഥത്തിൽ വല്ലപ്പോഴുമൊക്കെ ബൈക്കും കാറുകളൊക്കെ ഓടുന്നെങ്കിലും കടകളമ്പോളങ്ങളെല്ലാം മിക്കതും അടഞ്ഞു കിടന്നു. ഡൈസിനോണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ദേശീയ പണിമുടക്ക്, അതായത് 12/2/2026 വ്യാഴാഴ്ച. പണിമുടക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ശമ്പളം ലഭിക്കില്ല. CIT ഉൾപ്പെടെ പങ്കെടുക്കുന്ന പണിമുടക്കിൽ ഡൈസിനോൺ പ്രഖ്യാപിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നുവെങ്കിലും കോടതി ഉത്തരവുള്ളതിനാൽ ഡൈസിനോൺ പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതയാവുകയായിരുന്നു. ജോലിക്ക് എത്തുന്നവരെ തടയരുതെന്ന നിർദ്ദേശവുമുണ്ട്. ദേശീയ പണിമുടക്കെന്ന പേരിൽ കേരളത്തിൽ CITU INTC സംഘടനകൾ വെവ്വേറെയാണ് പണിമുടക്കുന്നത്. സെക്രട്ടറിയേറ്റ് ജീവനക്കാരുടെ കോൺഗ്രസ് അനുകൂല സംഘടന പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് അധ്യാപക സംഘടനയും പങ്കെടുക്കില്ല. എന്നാൽ കേരള NGO അസോസിയേഷൻ പണിമുടക്കിൽ പങ്കെടുക്കും. രാജ്യത്തെ 10ഓളം ട്രേഡ് യൂണിയനിൽപ്പെട്ട തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്കുന്നത്. ആശുപത്രി, പാൽ, പത്രം തുടങ്ങിയ ആവശ്യ സർവീസുകളെയും ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനെയും പങ്കെടുക്കുന്നവരെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറിനെയും. ഈ വീഡിയോ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.